വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു ലാഭകരമായ ബിസിനസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു 3000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിന്റെ എമൗണ്ട് കൂടാം. പിന്നെ ഹൈ ഡിമാൻഡ് ആണ്. സ്ഥിരമായിട്ട് ആളുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്. 100 മുതൽ 150% വരെ ലാഭം ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് മിനിമം ലാഭമാണ് ഞാൻ പറഞ്ഞത്. അതിൽ കൂടുതൽ ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലെ ഇട്ട വീഡിയോ, അതായത് തിന്നർ ഉണ്ടാക്കുന്ന വീഡിയോ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിരുന്നു. അത് കമന്റിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക. അതിൽ കയറി ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾ ഒരു താങ്ക്സോ ഇല്ലെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും നിങ്ങൾ വന്നിരുന്നു, നിങ്ങൾ ആ ഡീറ്റെയിൽ എടുത്തിരുന്നു എന്നുള്ളത്. താങ്ക് യു. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത്, കമന്റ് മറക്കരുത്, ഷെയർ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതൊരു അടിപൊളി ഫ്ലോർ ക്ലീനർ ആണ്. ഒരുപാട് മാർക്കറ്റിലുണ്ട്, എനിക്കും അറിയാം. പക്ഷെ ഇനിയും സ്കോപ്പ് ഉണ്ട്, അത് മറ്റൊരു കാര്യം. കാരണം ഈ ഫ്ലോർ ക്ലീനറുകൾ വരുന്നത് എല്ലാം തന്നെ ഒരേ പാറ്റേണിലുള്ള സാധനങ്ങളാണ് വരുന്നത്. എന്നാൽ നമ്മൾ അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആ വ്യത്യസ്തത വരുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ഫ്ലോറുകളിലുള്ള കൂടുതൽ ജേംസിനെ നശിപ്പിക്കുക എന്നുള്ളത് കൂടെ ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രൊപ്പോർഷനോടെ ഒരുമിച്ചാണ് പറയുന്നത്. ഞാൻ പെർസെന്റേജിലാണ് പറയുന്നത്. അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഏറ്റവും ആദ്യം വേണ്ടത് സോഡിയം ലോറൽ എഥർ സൾഫേറ്റ്. ഇത് 10% വേണ്ടത്. പിന്നെ വേണ്ടത് പൈൻ ഓയിൽ ആണ്, 5% വേണം. പിന്നെ വേണ്ടത് പെർഫ്യൂം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാൻ. ഞാൻ 2-3 സജസ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ലെമൺ വേണമെങ്കിൽ എടുക്കാം, റോസ് വേണമെങ്കിൽ എടുക്കാം, ജാസ്മിൻ വേണമെങ്കിൽ എടുക്കാം. 2% വേണ്ടത്. പിന്നെ കളർ വേണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഗ്രീൻ, ബ്ലൂ, യെല്ലോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 1%. പിന്നെ വേണ്ടത് വാട്ടർ, ശുദ്ധജലമാണ് വേണ്ടത്. 80%. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് റേഷ്യോ മനസ്സിലാകും. അതായത് ഈ പ്രോഡക്റ്റിനകത്ത് 80% വെള്ളമാണ്. വെള്ളം നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ആ വെള്ളം ആണ് നമ്മൾ വിറ്റ് കാശാക്കാൻ പോകുന്നത്. മറ്റുള്ള ഘടകങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലോക്കൽ കെമിക്കൽ സ്റ്റോറിൽ ലഭിക്കും. നിങ്ങളുടെ ഗ്രാമത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ടൗണിൽ തീർച്ചയായിട്ടും കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. മേക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കുക. ഒരു 25-50 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കുക. ഇപ്പൊ നമ്മൾ 10 ലിറ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ 8 ലിറ്റർ വെള്ളം ഒഴിക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 80% വെള്ളം ഒഴിക്കുക. അതിനുശേഷം SLES ചേർത്ത് നന്നായിട്ട് ഇളക്കുക. SLES എന്താണ് എന്നിപ്പോ ചോദിക്കും. ആദ്യം പറഞ്ഞ സാധനം സോഡിയം ലോറൽ ഇഥർ സൾഫേറ്റ്, അതാണ് SLES. ഈസിലി കെമിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് അത് ഡയലൂട്ട് ആകട്ടെ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ദെൻ അത് നന്നായിട്ട് ഇളകി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളുടെ പൈൻ ഓയിൽ 5% പറഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് വീണ്ടും ഇളക്കുക. അതും എല്ലായിടത്തും ഒന്ന് വൃത്തിക്ക് മിക്സ് ആകട്ടെ. അതിനുശേഷം നമ്മളുടെ പെർഫ്യൂം ചേർത്ത് ഇളക്കാം. ദെൻ കളർ ചേർത്ത് ഇളക്കാം. അനുപാതം പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഇളക്കുക. ഈ ഇളക്കിയ സാധനം, മിക്സ് ചെയ്ത സാധനം 24 മണിക്കൂർ ഒരിടത്ത് അടച്ചങ്ങ് വെച്ചേക്കുക. അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്യാം, ബോട്ടിൽ ചെയ്യാവുന്നതാണ്. സാധാരണ ബോട്ടിൽ ഇട്ടിട്ട് നിങ്ങളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിക്കുകയാണ് വേണ്ടത്. അതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇനി എവിടെ വിൽക്കാം എന്നുള്ളത് നോക്കാം. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ലോക്കൽ സ്റ്റോറുകൾ, ഇവിടെ എല്ലാം റെഗുലർ ഡിമാൻഡുള്ള ഐറ്റമാണ് ഇത്. പിന്നുള്ളത് ക്ലീനിങ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാടുണ്ട്, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ള ആ സർവീസ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ അവർക്ക് ബൾക്ക് സെയിൽസ് കൊടുക്കാൻ പറ്റും നമുക്ക്. അതായത് അവർ 5 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ, 30 ലിറ്റർ അങ്ങനെ വാങ്ങിക്കും. പിന്നെ ഉള്ളത് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്കറിയാം, ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, അതിങ്ങനെ കിടക്കും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം അതിനെക്കുറിച്ച് നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ആദ്യം ഒന്ന് സ്റ്റേബിൾ ആകുക, ഒന്ന് പച്ച പിടിക്കുക. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഹൗസ് ഹോൾഡ്, അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. വീടാന്തരം കയറി ഇറങ്ങി നമുക്ക് വിൽക്കാൻ പറ്റും. അവിടെ
കസ്റ്റമർ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വരും. കാരണം അവരുടെ ഒരു ഫോൺ നമ്പർ മേടിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് മാത്രം. ഇനി ഇതിന്റെ ലാഭം ഞാൻ ഓൾറെഡി പറഞ്ഞു, 100-150% വരെ എന്ന് പറഞ്ഞു. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഇവിടെ പറയാൻ പോകണം. 1 ലിറ്റർ നിർമ്മാണ ചെലവ് വരുന്നത് നമുക്ക് ടോട്ടലി വരുന്നത് 15 രൂപയായിരിക്കും, ഇല്ലെങ്കിൽ 20 രൂപ മാക്സിമം വരുന്ന ഒരു നിർമ്മാണ ചെലവാണ് പറഞ്ഞത്. നമുക്ക് ഈ 20 രൂപയ്ക്ക് ഉണ്ടാക്കിയ 1 ലിറ്റർ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ പോയാലും 80 രൂപ വാങ്ങിക്കാൻ പറ്റും. അതേ സാധനം തന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 120 രൂപ വരെ വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ എക്സ്ട്രീം ആണെങ്കിൽ താഴോട്ട് പോരെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ല പ്രോഫിറ്റ് അതിനകത്തുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു 100 ലിറ്റർ വിൽക്കാൻ പറ്റിയാൽ, ഏറ്റവും കുറഞ്ഞത് 100 ലിറ്റർ വിൽക്കാൻ പറ്റിയാൽ നമുക്കൊരു 5000 തൊട്ട് 8000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. അതായത് ബാർഗെയിനും ഒക്കെ കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞത്, എക്സാക്ട് കണക്കല്ല, ഒരു ഐഡിയ ആണ് തന്നിരിക്കുന്നത്. ഈ 100 ലിറ്റർ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ മന്തിലൊക്കെ വലിയ പാടായിരിക്കും. ശേഷം നമ്മളൊന്ന് മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 100 ലിറ്റർ വിൽക്കാൻ പറ്റും. അതാണ് ഈ ബിസിനസിന്റെ കളി. അപ്പോൾ ഈ ബിസിനസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, ഇൻഗ്രീഡിയൻസ് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുടെ കൂടെ അത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.